മലയാള സിനിമയുടെ വിപണി, അതിൻ്റെ സാധ്യതകൾ ഒക്കെ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഈ വലിയ വിഭാഗം ഇറങ്ങുന്നതിൽ ഭൂരിഭാഗം സിനിമകളിലും സാമ്പത്തിക ലാഭം ഉണ്ടാക്കാത്തൊരു സാഹചര്യം സിനിമയിലുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രധാനപ്പെട്ട താരങ്ങളുടെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് അത് വലിയ രീതിയിൽ കൂടുന്നൊരു സാഹചര്യമുണ്ട്. അതൊരു സിനിമ വിജയത്തിലെത്താൻ അതിനെ പരിമിതപ്പെടുന്ന സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ എന്താണ് മലയാള സിനിമയ്ക്ക് ഒരു പ്രതിസന്ധി ആ കാര്യത്തിലുള്ളത്? എങ്ങനെയാണ് നമുക്കതിനെ പരിഹരിക്കാൻ കഴിയുക? അതിനൊരു ഒറ്റമൂല്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രധാനമായിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണത്തിൽ ഒരുപാട് വർധനയുണ്ടായി ഇല്ലേ. നമ്മൾ 10-70 സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരുന്ന മലയാള സിനിമ ഇപ്പോൾ വളരെ പെട്ടെന്ന് മാറി 100 കഴിഞ്ഞു, 200 കവിഞ്ഞു. ഈ കഴിഞ്ഞ വർഷം 2023 200 മേലെ സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അത്രയധികം എണ്ണം സിനിമകൾ വരുമ്പോഴേ എല്ലാവരും എല്ലാ സിനിമയും വിജയിക്കണമെന്ന് നമുക്ക് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല. ഈ സിനിമകളുടെ എണ്ണം കൂടാനായിട്ട് പല കാരണങ്ങളുണ്ട്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പുതിയ യങ്സ്റ്റേഴ്സായിട്ടുള്ള സംവിധായകർ, എഴുത്തുകാർ, ടെക്നീഷ്യൻസൊക്കെ മലയാള സിനിമയിൽ ഒരുപാട് കൂടി. അതനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാരുടെ എണ്ണം പണ്ടത്തെക്കാളും കൂടുതൽ പ്രൊഡ്യൂസേഴ്സ് കൂടെ ഉണ്ടായി വരുന്നു. അതെന്തുകൊണ്ട് ഇത്രയും പടങ്ങൾ ഓടുന്നില്ല, നഷ്ടമാണെന്ന് പറയുമ്പോൾ ഇത്രയും പ്രൊഡ്യൂസേഴ്സ് കൂടെ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു അത്ഭുതമാണല്ലേ. അതെങ്ങനെ സംഭവിക്കുന്നു എനിക്കറിയില്ല. ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് എങ്ങനെ സംഭവിക്കുന്നു. പടങ്ങൾ ഓടുന്നില്ല എന്ന് പറയുന്നത് എല്ലാ മാധ്യമങ്ങളിലും നമ്മളത് വാർത്തയായിട്ട് കാണുന്നുണ്ട്. എന്നിട്ടും സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാരെ പ്രതീക്ഷയാണ് എൻ്റെ സിനിമ ഓടും, എൻ്റെ സിനിമ വിജയിക്കുന്ന പടങ്ങൾക്ക് വലിയൊരു ഭയങ്കര മാർക്കറ്റും വിജയവും കിട്ടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം അപ്പോൾ എൻ്റെ സിനിമ അങ്ങനെ വിജയമാകും എന്നുള്ള ചിന്തയിലായിരിക്കും ഇവരെ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാർ വരുന്നത്. അതൊരു കുറ്റമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എണ്ണത്തിൽ കൂടുമ്പോഴും ക്വാളിറ്റിയിൽ നമ്മൾ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ടെക്നിക്കലി നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ 90% സിനിമകളും ടെക്നിക്കലിയൊക്കെ വലിയ മോശമില്ലാത്ത സിനിമകളാണ്. പക്ഷേ അതിൻ്റെ കണ്ടൻറ്റാണ് പലപ്പോഴും പ്രശ്നമായി മാറുന്നത്. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിന് നമ്മൾ ഒരു ഡെപ്ത് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതില്ലെങ്കിൽ അത് കാലത്ത് അതിജീവിക്കില്ല. അതാണ് ഈ പ്രശ്നം. നമ്മൾ പറയാൻ പോകുന്ന ഒരു വിഷയം സ്പർശിച്ച് മാത്രം കടന്നു പോകും, ഉപരിതല സ്പർശിയായിട്ട് കടന്നു പോയി കഴിഞ്ഞാൽ അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അതിൽ എത്രമാത്രം സിനിമ വിജയിക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു പ്രശ്നം. നമ്മൾ പണ്ടത്തെ ഒരു കച്ചവട സിനിമ പോലും ഭയങ്കര ഹിറ്റാണെന്ന് പറയുമ്പോൾ പോലും നമ്മുടെ ഹൃദയത്തിൽ എവിടേക്കോ സ്പർശിക്കുന്ന ചില അംശങ്ങൾ അതിലുള്ളതുകൊണ്ടാണ് ഒരു 25 വർഷം കഴിഞ്ഞാലും ആ സിനിമ ആൾക്കാർ ഓർത്തിരിക്കുന്നത്. അതിപ്പോൾ ഇപ്പോഴത്തെ സിനിമകളിൽ എത്ര ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ ആ താരം അടുത്ത സിനിമ എത്തുമ്പോഴത്തേക്കും കൂട്ടുന്നത് അതിൻ്റെ ഇരട്ടിയോളം പണമായിരിക്കും. അപ്പോൾ അത്രയും പൈസ കൂടുമ്പോൾ ഈ സിനിമ നിർമ്മിക്കുന്ന ആളുകൾക്ക് അതിനു മുകളിലേക്ക് പണം ഉണ്ടാക്കിയാൽ മാത്രമാണ് വിജയമാകുള്ളൂ സിനിമ. അപ്പോൾ ഇവർക്ക് ഒരു 50% തുക അല്ലെങ്കിൽ 50% മുകളിൽ തുക സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് വേണ്ടി ചിലവാക്കേണ്ട ഒരു സാഹചര്യം, അതിൽ പ്രധാനപ്പെട്ട എല്ലാവരെയും അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ, പ്രധാനപ്പെട്ട ആളുകൾക്ക് വേണ്ടി ചിലവാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതല്ലേ ഇതിലെ യഥാർത്ഥത്തിലെ പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണം? അല്ല, അതൊരു പ്രതിസന്ധിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തറിയാമോ അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാവരും അവർ തന്നെ നിർമ്മാതാക്കളാണ്. അവർക്കിപ്പോൾ ഒരു ഇൻവെസ്റ്റർ വന്നില്ലെങ്കിൽ അവർക്ക് സിനിമ എടുക്കാനായിട്ടൊരു തടസ്സമില്ല. കാരണം അവർക്ക് വേണ്ടിയിട്ട് പണം മുടക്കാൻ വേറെ ആൾക്കാർ റെഡിയാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ OTT പ്ലാറ്റ്ഫോം ആയാലും ശരി, സാറ്റലൈറ്റ് കമ്പനി ആയാലും ശരി, അതല്ലെങ്കിൽ മറ്റ് ഇതുപോലുള്ള ഇതിൽ കൂടി അവർക്ക് അത് ബിസിനസ് ചെയ്യാനുള്ള താരങ്ങൾക്ക് തന്നെ പറ്റുന്നൊരവസ്ഥയിൽ അവർക്കിപ്പോൾ ഒരു പ്രൊഡ്യൂസറെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ എന്ത് പ്രതിഫലം വാങ്ങണം, എൻ്റെ കലാവിഷ്കാരത്തിന് ഞാൻ എന്ത് പ്രതിഫലം വാങ്ങിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ താരമാണ്. അതിന് എല്ലാ പൂർണ്ണ സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്, നമുക്കതിനെ നിഷേധിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മളെപ്പോഴും ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു എന്താ പറയുക വിപണി എത്രയാണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഇല്ലാണ്ട് പോകുമ്പോൾ ഞാൻ ഇത്രയും റെമ്യൂണറേഷൻ വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാ താരങ്ങളും നിർമ്മാതാക്കളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിർമ്മാതാക്കൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി തന്നെ ഇവിടെ ഇല്ലാണ്ട് പോകും. അപ്പോൾ അവർക്ക് ബിസിനസ് ചെയ്യാനുള്ളൊരു അവസരം ഇല്ലാണ്ടായി പോകുന്നു. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും നമ്മളിതിൻ്റെ ഒരു എക്കണോമിക്സ് എടുക്കുമ്പോൾ പണ്ട് മുതൽ അത് പറയുന്ന കാര്യങ്ങൾ നിർമ്മാതാക്കളൊക്കെ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പടത്തിൻ്റെ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ 100 രൂപയാണ് ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ 1 ലക്ഷം രൂപയാണ് ഒരു സിനിമയ്ക്ക് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എത്ര ശതമാനം റെമ്യൂണറേഷനായിട്ട് കൊടുക്കാം, എത്ര ശതമാനം ആ സിനിമയുടെ എന്താ പറയുക സിനിമയിൽ നമ്മൾ പറയില്ലേ സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടിയിട്ട് എത്ര ശതമാനം ഉപയോഗിക്കുക എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും. പണ്ടൊക്കെ സിനിമ പ്രേം നസീറിൻ്റെയൊക്കെ കാലം പറയുകയാണെങ്കിൽ 15-20% മാത്രമാണ് റെമ്യൂണറേഷൻ. 80% സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചിലവാക്കിക്കൊണ്ടിരുന്നത്. അത് പിന്നീട് മാറി 80-കളും 90-കളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അത് 50-50 വന്നു. അല്ലെങ്കിൽ 60-40 റെമ്യൂണറേഷനും 60 സ്ക്രീനിൽ കാണുന്നതിൽ വന്നു. ഇപ്പോൾ കഴിഞ്ഞൊരു 10 വർഷത്തിനുള്ളിൽ വന്ന് സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 60-ഓ 70-ഓ മൊത്തം റെമ്യൂണറേഷനും, അതായത് ആൾക്കാർ പ്രതിഫലം വാങ്ങിക്കുന്നത് 30% സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടിയിട്ട്
നമ്മൾ അപ്പോൾ ഇൻവെസ്റ്റ് പ്രൊഡ്യൂസർക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരില്ലേ? ഒരുപാട് കോംപ്രമൈസ് ചെയ്യുന്നു. പ്രൊഡ്യൂസർക്കും കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു, ഡയറക്ടർക്കും ടെക്നീഷ്യൻസിനും ഒക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി. ഇതാണ് എക്കണോമിക്കലി ഇത് വയബിൾ ആവാത്തതിന് കാര്യം മലയാള സിനിമയിൽ. അതിനോട് ചേർത്ത് തന്നെ പറയേണ്ടതാണ്, ഈ താരങ്ങൾക്ക് ഇത്രയധികം പ്രാധാന്യം കിട്ടുമ്പോൾ തന്നെ ഡയറക്ടർമാരുടെ എണ്ണം കൂടുന്നെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ തിരക്കഥ എഴുതുന്ന ആളുകളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. പക്ഷേ ഇവർക്കുള്ള സ്പേസ് എവിടെയാണ് സിനിമയിൽ? കാരണം ഒരാളുടെ പേരിൽ അറിയപ്പെടുന്നുണ്ട്, ഡയറക്ടറുടെയാണ് അൾട്ടിമേറ്റ് ആയിട്ട് സിനിമ എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ അടയാളപ്പെടുത്താൻ ഇപ്പോൾ കഴിയുന്നുണ്ടോ? അവരെ ആ ബോക്സിൻ്റെ അകത്ത് അവരുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതല്ലേ? അല്ല, അതിന് പല കാരണങ്ങളുണ്ട്. അത് ഏറ്റവും വലിയൊരു ദുരന്തമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ വലിയ ഒരു പങ്ക് വഹിക്കേണ്ടതെന്നാണ് ഞാൻ ആദ്യം പറയാം. നിങ്ങളൊരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക? ആദ്യം മമ്മൂട്ടിയുടെ സിനിമ, മോഹൻലാലിൻ്റെ സിനിമ എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ സംവിധായകൻ്റെ സിനിമ എന്ന് പറയുന്നുള്ളൂ. അത് അവിടെ നിന്ന് തുടങ്ങുകയാണിത്. മാധ്യമങ്ങളെ കുറ്റം പറയല്ല കേട്ടോ, അവിടെ നിന്ന് തുടങ്ങുകയാണിത്. അത് പ്രേക്ഷകരും അങ്ങനെയാണ് സംസാരിക്കാൻ തുടങ്ങുന്നത്. മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. ഇന്നാളുടെ ഇപ്പോൾ ജോഷി മമ്മൂട്ടിയുടെ സിനിമ എന്നെങ്കിലും പറയുമായിരുന്നു. അത് മാറിയിട്ട് ഇത് അപ്രസക്തമാകുന്നുണ്ട്. അതൊരു കാര്യമാണത്. അത് ഒരു കുറ്റമായിട്ടെല്ലാം പറയണത്. ഇപ്പോൾ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ സിനിമ എന്ന് പറയുന്നതുകൊണ്ട് തെറ്റെന്നല്ല പറയണത്. പക്ഷേ ഒരു സംവിധായകൻ്റെ കലയാണെന്നുള്ള രീതിയിൽ സംവിധായകനെ അടയാളപ്പെടുത്താൻ പലപ്പോഴും പറ്റുന്നില്ല. ആ സംവിധായകൻ എത്രമാത്രം സക്സസ് ഉണ്ടാക്കിയാൽ പോലും ആ സംവിധായകൻ്റെ പേരിൽ ആ സിനിമ അറിയപ്പെടുന്നില്ല എന്നുള്ളത് വലിയൊരു ദുരന്തം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഹിറ്റ് സിനിമ എടുത്ത ആൾക്ക് തന്നെ അടുത്തൊരു സിനിമ എടുക്കണമെങ്കിൽ 4-5 വർഷം കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. ഇതൊരു വലിയ ദുരന്തമാണല്ലോ. അതൊരു ദുരന്തമാണ്. അതാണ് പുതിയ സംവിധായകരെ അഭിമുഖീകരിക്കുന്ന മറ്റൊരു വലിയ പ്രശ്നം. ഇപ്പം ഞങ്ങളെപ്പോലുള്ള ഒരു സംവിധായകർ തുടങ്ങിയ കാലത്ത്, ഇപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ ചെയ്ത വർഷം ആ സിനിമ ഒരു വലിയ ഹിറ്റൊന്നും ആയിരുന്നില്ല, വെഴുതീർപ്പുകൾ. ഞാൻ അതേ വർഷം തന്നെ അടുത്ത പടം തുടങ്ങിയെന്നുള്ളതാണ്. അതേ നായകനെ വെച്ചിട്ട് തന്നെ, അതേ നായകൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്, മോഹൻലാൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഞാൻ അടുത്ത പടം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്പേസ് അന്നത്തെ സംവിധായകർക്ക് കുറച്ചുകൂടി കിട്ടിയിരുന്നു. കാരണം ഒരു സിനിമ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത സിനിമ ചെയ്യാൻ ഈ നായകൻ്റെ ഡേറ്റ് കിട്ടുക, കഥ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോജക്റ്റ് നടന്നിരുന്നു. ഇന്നങ്ങനെയല്ല. ഒരു കഥയായിട്ട് ഒരു നായകൻ്റെ ഡേറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടി വരുന്ന സംവിധായകരാണ് സക്സസ്ഫുൾ സംവിധായകർ വരെ. അപ്പോൾ അവർക്ക് വേറൊരു സിനിമയിലേക്ക് പോകാനും പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അത് ഈ എണ്ണം കൂടുന്നതുകൊണ്ടാണ്. ഇല്ലേ, ഒരുപാട് പുതിയ സംവിധായകർ വരുന്നു. ഇപ്പോൾ ഒരു വർഷം 10-60 പുതിയ സംവിധായകർ വരുമ്പോൾ അടുത്ത വർഷം 60 പുതിയ സംവിധായകർ വരും. അപ്പോൾ 120 സംവിധായകരായി. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൊഡ്യൂസർമാർ വരുന്നില്ല. ആ പ്രൊഡ്യൂസർമാരും വരുന്നില്ല, ആക്ടേഴ്സും ഇല്ല ഇവിടെ. അപ്പോൾ എന്താ പറയുക, കഴിഞ്ഞ വർഷം 2023 വലിയ സക്സസ് ഉണ്ടായിരുന്ന ആൾ 2024 പുതിയ വന്ന 70 സംവിധായകരുണ്ട്. അവർ കഴിഞ്ഞിട്ട് അടുത്ത ചോയ്സിന് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കേണ്ടി വരികയാണ്. അങ്ങനെയാണ് ഈ ഗ്യാപ്പ് വരുന്നത് സക്സസ്ഫുൾ സംവിധായകർക്ക് വരെ. അത് നീണ്ടകാലത്തെ കാത്തിരിപ്പ്, വർഷങ്ങളുടെ കാത്തിരിപ്പാണ്. ഒരു സിനിമ ഓണായെങ്കിൽ തന്നെയും താരത്തിൻ്റെ ഡേറ്റ് വേണം, സ്വാഭാവികമായിട്ടും അതിൻ്റെ മറ്റ് കാര്യങ്ങൾ റെഡിയാവണം. ഒരു വർഷങ്ങളോളം കാത്തിരിക്കേണ്ട സാഹചര്യം വരുന്നു ഇവർക്ക്. അല്ല, അതങ്ങനെയാവണം. അതിനിപ്പോൾ എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ താരങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കിപ്പോൾ ഒരു വർഷം ചെയ്യാവുന്ന പ്രോജക്റ്റിന് ഒരു ലിമിറ്റ് ഉണ്ട്. അവരെത്ര പടം ചെയ്യാൻ പറ്റും? അപ്പോൾ അവർ പറയും ഞാൻ പടം ചെയ്യാം, എനിക്ക് സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടു, പക്ഷെ നിങ്ങൾ കാത്തിരിക്കണം, 2-3 വർഷം കാത്തിരിക്കണം. ആ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ ആ സംവിധായകന് ഇവർ ഡേറ്റ് കൊടുക്കുകയും പടം നടക്കുകയും ചെയ്യും. പക്ഷേ അപ്പോൾ ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംവിധായകൻ ഒരു 10 വർഷം കഴിയുമ്പോൾ അവൻ 2-3 പടം ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഇല്ലേ, ഇപ്പം ഞാൻ 10 വർഷം കൊണ്ട് 10-30 പടം ചെയ്തു എന്ന് പറയുന്ന ഒരു കാലം ഇപ്പം ഉണ്ടാവില്ല. നടക്കുകയെന്ന് തോന്നുന്നില്ല. ഇനി ഒരിക്കലും അത് നടക്കില്ല, അത് ഉണ്ടാവില്ല.